വൈകുന്നേരം പെട്ടെന്നൊരാഗ്രഹം, ഇലയട ഉണ്ടാക്കിയാലോന്ന്. അതിനേക്കാൾ ഉപരി ആദ്യമൊക്കെ ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും നല്ല ഹെൽത്തി ആയിരുന്ന സമയത്ത് എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അച്ഛന് വയ്യ, അമ്മയ്ക്കും വയ്യ, പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട് അമ്മ ചെയ്യുന്നുണ്ട്. അച്ഛന് അത്രയും വയ്യ. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അച്ഛൻ ഭയങ്കര ഭക്ഷണപ്രിയനാണ്, കഴിക്കാനും ഇഷ്ടമാണ്, അതിനേക്കാളേറെ മറ്റുള്ളവരെ കഴിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ഛനും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു റെസിപ്പി വീഡിയോ ഒന്നും അല്ല. അട എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഞാൻ എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇടയ്ക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെറുതെ അച്ഛനെയും അമ്മയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മയാണ് തേങ്ങ ചിരവി തന്നത്, അല്ലി അടച്ചുടാൻ വന്നിരുന്നു, അങ്ങനെ അങ്ങനെ വെറുതെ ഒരു രസം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ഗോതമ്പ് കൊണ്ടാണ് അട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അല്ലിമോൾക്ക് ചെറിയൊരു അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അവള് ചുടുന്ന സമയത്ത് ഞാൻ അവളെടുത്ത് പറഞ്ഞു, ചട്ടുകം കൊണ്ട് ഇങ്ങനെ അട മറച്ചിടുമ്പോൾ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിലൊന്ന് പിടിച്ചേക്കെന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഇല പിടിക്കാനാണ്. അവൾ നേരെ പോയിട്ട് പാത്രമാണ് പിടിച്ചത്. അതിനുശേഷം പിന്നെ അവൾക്ക് വീഡിയോ എടുക്കാൻ വലിയ മൂടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ വീഡിയോയിലുണ്ട്. ഞാൻ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലാണ് പകർത്തിയിട്ടുള്ളത്. ക്ലാരിറ്റി കുറവും എഡിറ്റിങ്ങിൻ്റെ അഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിലെ കുറേ കാര്യങ്ങൾ, എൻ്റെ വീട്ടിലെ ഓർമ്മകൾ, എൻ്റെ അച്ഛനമ്മ ഇവരെയൊക്കെ ഓർക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് എടുത്തു നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാനിരുന്നു. ഇരുന്ന സമയത്ത് എടുത്ത ചെറിയ ഷോട്ടാണിത്. അമ്മ, അച്ഛന് വയ്യ, അച്ഛൻ്റെ മുഖമൊക്കെ ആകെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. പണ്ട് ഭയങ്കര പുലിയായിരുന്നു. എന്ത് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാലും യൂട്യൂബൊക്കെ വരുന്നതിന് മുൻപ് തന്നെ അച്ഛൻ ഉണ്ടാക്കി തരുമായിരുന്നു.